നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. എറണാകുളം മലയാറ്റൂരിൽ വീണ്ടും മുങ്ങിമരണം. തീർത്ഥാടനത്തിനെത്തിയ 2 പേർ പുഴയിൽ മുങ്ങി മരിച്ചു. മലയാറ്റൂർ താഴത്തെ പള്ളിക്ക് സമീപത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയ ഊട്ടി സ്വദേശികളായ മണി, റൊണാൾഡ് എന്നിവരാണ് മരിച്ചത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എബിൻ, വേനലായതോടെയൊക്കെ പുഴയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപകട വാർത്തകളും കൂടി വരുന്നുണ്ട് സമീപ ദിവസങ്ങളിലായി. ഇപ്പോൾ മലയാറ്റൂരിൽ ഈ മുങ്ങി മരിച്ചത് ആരൊക്കെയാണ്? എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? ശ്രീലക്ഷ്മി, ഉച്ചയോടെയാണ് ഈ അപകടമുണ്ടായത്. തമിഴ്നാട് ഊട്ടിയിൽ നിന്നെത്തിയ തീർത്ഥാടകരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പുഴയുടെ ആഴമേറിയ സ്ഥലത്തേക്ക് ഇവർ കുളിക്കാനായി പോവുകയായിരുന്നു. നിലവിൽ നിയന്ത്രണങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ അതിനെ മറികടന്ന് ആഴമുള്ള സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 5 പേരടങ്ങുന്ന സംഘമാണ് പുഴയിലിറങ്ങിയത്. ഇതിൽ മണി, റൊണാൾഡ് എന്നിവരാണ് മരണപ്പെട്ടത്. രാവിലെയും സമാനമായ രീതിയിൽ ഒരാൾ മരിച്ചിരുന്നു. വൈപ്പിൻ സ്വദേശിയായ സനോജാണ് മരണപ്പെട്ടത്. ഇതോടെ ഇന്ന് മലയാറ്റൂർ തീർത്ഥാടനത്തിനെത്തി പുഴയിൽ മുങ്ങി മരിക്കുന്നത് 3 പേരായി. ഏതായാലും ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകിയത്. ഓട്ടിസം ബാധിതനായ 16-കാരന് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. തിരുവനന്തപുരം വെള്ളറട സെന്റ് ആൻസ് കോൺവെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹഭവനിലെ സിസ്റ്റർ മർദ്ദിച്ചുവെന്നാണ് പരാതി. തിരുവല്ല മേപ്രാൽ സ്വദേശിയാണ് പരാതി നൽകിയത്. കുട്ടിയെ തിരുവല്ലയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ശരി, അതിനു മുൻപ് മറ്റൊരു പ്രതികരണം കാണാം. ഇതൊക്കെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീട്ടിൽ വന്ന് വെച്ച് തുണി ഉരിഞ്ഞപ്പോഴാണ് ഈ പാടെല്ലാം കാണുന്നത്. അന്നേരം തന്നെ ഞാനത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്തു. അന്നേരം പിന്നെ ഞങ്ങളെ അവിടെ ആക്കിയ ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ആ സാറിനെ വിളിച്ച് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ സാറ് പിന്നെ സിസ്റ്ററിനെ വിളിച്ചു. അപ്പോൾ സിസ്റ്ററിനെ വിളിച്ചപ്പം ആ സാറ് പറഞ്ഞു, ആ അമ്മച്ചിയുടെ വീട്ടിലൊന്ന് അമ്മച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് സിസ്റ്റർ കരയാൻ തുടങ്ങി. അതൊന്നുമല്ല, ഞാൻ ആരോണിനെ അടിച്ചതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ സിസ്റ്റർ ആരെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റർ അല്ല അത് ചെയ്തത്. സിസ്റ്റർ ഞങ്ങളോട് നല്ല സ്നേഹമായിട്ട് ഇടപെടുന്ന ഒരു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ അങ്ങനെ ചെയ്യുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ മർദ്ദനം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ നമ്മളൊരു പ്രതികരണം നേരത്തെ കണ്ടതിൽ നിന്ന് വ്യക്തമാണ് ഇത് സിസ്റ്റർ അല്ല ഇത് ചെയ്തത്, മറ്റാരോ ഇത് ചെയ്തതിന് ശേഷം സിസ്റ്റർ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ദുരൂഹതകളൊക്കെ തോന്നുന്നുണ്ടോ ഇപ്പോൾ? കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ശ്രീജിത്ത്? ശ്രീലക്ഷ്മി, കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നമില്ല. പക്ഷേ മറ്റൊരു വിഷയം അതിൽ നിലനിൽക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ ശരീരത്തിൽ ഇപ്പോഴും മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്ന് തന്നെയാണ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ട്. ഈ വെള്ളറടയിലെ സ്നേഹഭവനത്തിലെ സിസ്റ്റർ ഇതിനു മുൻപും സമാനമായ രീതിയിൽ, ഈ സിസ്റ്റർ അല്ല, ഇതിനു മുൻപും സമാനമായ രീതിയിൽ ആ വെള്ളറടയിലെ സ്നേഹഭവനത്തിൽ വെച്ച് ഈ കുഞ്ഞിന് മർദ്ദനമേറ്റിരുന്നു. കഴിഞ്ഞ ക്രിസ്മസിന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്തും സമാനമായ രീതിയിൽ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ബന്ധുക്കൾ കണ്ടിരുന്നു. അന്ന് വിളിച്ചന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളാണ് തല്ലിയത് എന്ന് പറയുന്നു. അതിനുശേഷം സമാനമായ രീതിയിൽ വീണ്ടും പാടുകൾ കണ്ടപ്പോഴാണ്, ഈ ഈസ്റ്റർ അവധിക്ക് വന്ന സമയത്ത് വീണ്ടും പാടുകൾ കണ്ടപ്പോഴാണ് കുട്ടിയുടെ വീട്ടുകാർ വീണ്ടും അവരെ ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് വളരെ വിഷമത്തോടു കൂടി ആ സിസ്റ്റർ പറയുന്നത്, ഞാനാണ് ചെയ്തത്, എനിക്ക് ആ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറയുന്നത്. പക്ഷേ ഈ വീട്ടുകാർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ സിസ്റ്റർ അല്ല അത് ചെയ്തിരിക്കുന്നത്, മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഈ സിസ്റ്റർ അത് മുഴുവൻ ഏറ്റെടുക്കുകയാണെന്നാണ്. എന്തായാലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി, കുട്ടിക്ക് 2ാം തവണയാണ് മർദ്ദനമേറ്റത് എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും 2ാം തവണയാണ് കുഞ്ഞിന് മർദ്ദനമേൽക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ തവണ 2023 ക്രിസ്മസിന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സമാനമായ രീതിയിൽ പാടുകൾ കണ്ടിരുന്നു. അന്ന് പറഞ്ഞിരുന്നു, തൊട്ടടുത്തൊരു അയൽവാസി പോയ സമയത്ത് അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി അവിടെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് അയൽവാസി മർദ്ദിച്ചു എന്നായിരുന്നു. അതവർ ആ ഘട്ടത്തിൽ വിശ്വസിച്ചു. അതിനുശേഷം വീണ്ടും സമാനമായ രീതിയിലുള്ള പാടുകൾ കണ്ടപ്പോഴാണ് വിളിച്ചു ചോദിക്കുന്നതും അവർ ഇത്തരത്തിലുള്ള മറുപടി നൽകുന്നതും. സിസ്റ്റർ സ്വയം ഏറ്റെടുക്കുകയാണ് ഇത് മുഴുവൻ. പക്ഷേ സിസ്റ്റർ അല്ല ഇത് ചെയ്തിരിക്കുന്നത്, മറ്റാരോ ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ആ സ്നേഹഭവനത്തിലെ മറ്റേതോ ജീവനക്കാരാണ് എന്ന് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും തിരുവല്ല പോലീസിൽ ഇപ്പോൾ പരാതി എത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിന് മറ്റു കുഴപ്പങ്ങളില്ല, പക്ഷേ ശരീരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് ഡോക്ടർ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്നേഹത്തണലൊരുക്കേണ്ട സ്നേഹഭവനത്തിലാണ്. ശ്രീജിത്ത്, ആദ്യ തവണ മർദ്ദനമേറ്റപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിൽ പരാതി ഉന്നയിക്കുകയോ പരാതിയുമായി മുന്നോട്ട് പോവുകയോ അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നീട് ഈ മറ്റ് ഏതെങ്കിലും അന്തേവാസികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഈ സ്നേഹഭവനിൽ നിന്നുണ്ടായിട്ടുണ്ടോ ശ്രീജിത്ത്?
നമ്മൾ ഈ സ്നേഹഭവനത്തിലെ അന്തേവാസികളുമായി നമ്മുടെ പ്രതിനിധികളൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് മറ്റേതെങ്കിലും ആളുകൾക്ക് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ആക്രമണം അല്ലെങ്കിൽ മർദ്ദനം നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇത് രണ്ടാം തവണ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പരാതിയൊന്നുമായി ഈ കുടുംബം മുന്നോട്ട് പോയില്ല, അത് പറഞ്ഞു തീർത്തു. ഈ സിസ്റ്ററും അതുപോലെ തന്നെ ഈ കുടുംബവുമായി നല്ല ബന്ധമാണ്, അതുകൊണ്ട് തന്നെ കുടുംബം പറഞ്ഞു തീർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാം തവണ വീണ്ടും ഈസ്റ്ററിൻ്റെ അവധിക്ക് വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇത്തരത്തിൽ നീലിച്ച പാടുകൾ വീണ്ടും കാണാൻ ഇടയാകുന്നു. സ്വാഭാവികമാണ്, ആ അമ്മ ഒരു വർഷത്തിനു ശേഷമാണ് വീണ്ടും ഈ കുഞ്ഞിനെ കാണുന്നത്. അപ്പോഴുള്ള ആ ഒരു മാനസികമായ വിഷമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ശരീരമാസകലം നീലിച്ച പാടുകളുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് തിരുവല്ല പോലീസ് അറിയിച്ചിട്ടുണ്ട്. അവർ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ പറയുന്ന സ്നേഹഭവനിലെ എത്തി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തിരുവല്ല പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി ശ്രീജിത്ത്, ഓട്ടിസം ബാധിതനായ 16-കാരനാണ് ക്രൂരമർദ്ദനമേറ്റതായി പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇനി നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. തെരഞ്ഞെടുപ്പ് കാലത്തെ പണമൊഴുക്ക് തടയുന്നതിന് കേരള തമിഴ്നാട് അതിർത്തിയിൽ CRPF സുരക്ഷയിൽ സംയുക്ത പരിശോധന. കേരള തമിഴ്നാട് അതിർത്തിയായ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ പരിശോധന കർശനമാക്കി. പോലീസ്, വനംവകുപ്പ്, തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ കർശനമാക്കുന്നത് സാധാരണ കാഴ്ചയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പരിശോധന ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ്? ഈ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സൂരജ്? ശ്രീലക്ഷ്മി, ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് CRPF സുരക്ഷ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അതിർത്തി മേഖലയിൽ പരിശോധന ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. തമിഴ്നാട് കേരള അതിർത്തിയായിട്ടുള്ള മലക്കപ്പാറയിലാണ് ഇപ്പോൾ നിലവിൽ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ്, വനംവകുപ്പ്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം തുടങ്ങിയവർ സംയുക്തത്തിലാണ് നിലവിൽ ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി CRPFനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള ഈ പണക്കടത്തും അതുപോലെ തന്നെ ഈ ലഹരിക്കടത്തും തടയുക എന്നതാണ് ഈ പരിശോധനയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. നിലവിൽ ഈ പൊള്ളാച്ചിയിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഈ മലക്കപ്പാറയിൽ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളും ഈ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നുണ്ട്. ഈ പണവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും ആയുധവും ഉൾപ്പെടെ കടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു റിപ്പോർട്ടാണ് നിലവിൽ പോലീസിന് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംയുക്തമായ ഒരു തിരച്ചിലേക്ക് കടന്നിരിക്കുന്നത്. ആ തിരച്ചിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് താക്കീത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഈ പരാതിയുടെ അടിസ്ഥാനം എന്തായിരുന്നു? ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഐസക്കിന് നൽകിയിരിക്കുന്നത്? ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അനാവശ്യമായി പങ്കെടുക്കുന്നു, അവരെ ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നു, ഈ കുടുംബശ്രീയുടെ യോഗം വിളിച്ച് വോട്ട് പിടിക്കുന്നു എന്നായിരുന്നു UDF ജില്ലാ കൺവീനറുടെ ഒരു പരാതി ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ KDISCുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ ഉപയോഗിച്ച് തൊഴിൽ ദാനവുമായി ബന്ധപ്പെട്ടും അവർ ഒരു പരാതി ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ കുടുംബശ്രീ മാത്രമാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ആ ഓർഡർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ താക്കീത് കൊടുത്ത ഓർഡർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, ഇനി ഇത് ആവർത്തിക്കാൻ കഴിയില്ല, പ്രാഥമിക ഘട്ടത്തിൽ തങ്ങൾ ഇത് താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് താക്കീത് മാത്രം നൽകിക്കൊണ്ട് ഈ പറയുന്ന പോലെ കേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. UDF തക്കതായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ UDFിന്റെ നേതാവും അതുപോലെ തന്നെ DC പ്രസിഡന്റുമായ സതീഷ് കൊച്ചുപറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം. എന്തായാലും ഈ വിഷയത്തിൽ UDF ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി മാറ്റി മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ ഉപയോഗിച്ച് വ്യാപകമായി വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ഇടതുമുന്നണി
ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് താക്കീത് ലഭിച്ചിരിക്കുന്നത്. ഗവർണർമാരെ വിമർശിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് അവരോട് പറയുന്നത് നാണക്കേടാണെന്നും ജസ്റ്റിസ് പറഞ്ഞു. ഹൈദരാബാദിലെ നിയമ സർവകലാശാലയുടെ പരിപാടിയിലാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിമർശനം. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചേരുന്നു. മനീഷ് മൂർത്തി, കേരളവും തമിഴ്നാടും അടക്കം പല സംസ്ഥാനങ്ങളിലും ഗവർണർ സർക്കാർ പോര് തുടരുന്ന ഒക്കെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ജസ്റ്റിസ് BV നാഗരത്നയുടെ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാണ്? ഏത് സാഹചര്യത്തിലാണ് അവർ ഇത് പറഞ്ഞത്? ശ്രീലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DV ചന്ദ്രചൂഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ തന്നെ ജസ്റ്റിസ് ആയിട്ടുള്ള BV നാഗരത്നയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം കൂടി ഏൽക്കേണ്ടി വരുന്നത്. ഇത് ഹൈദരാബാദിലെ നാഷണൽ അക്കാഡമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇവർ നടത്തിയ ഒരു കോടതികളും ഭരണഘടനയും എന്ന് പറയുന്ന സെമിനാറായിരുന്നു. ഈ സെമിനാറിലാണ് രൂക്ഷമായ വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമായും പറഞ്ഞത് ഗവർണർമാർ അവരുടെ ചുമതല നിർവഹിക്കുന്നതിൽ നിന്നും ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർവഹിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അത്തരത്തിൽ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമവ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത്. അത് കൃത്യമായി നിർവഹിച്ചാൽ ഇത്തരത്തിലുള്ള കോടതി ഇടപെടലുകൾ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ഇതിങ്ങനെ, അതായത് ഓരോ കാര്യങ്ങളും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് ഗവർണർമാരോട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ലജ്ജാകരമായ ഒരു പ്രവൃത്തിയാണ്. ഇത്തരം കാര്യങ്ങൾ ഗവർണർമാർ കൃത്യമായി തന്നെ ബോധ്യമുണ്ടാകണം, ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള അതിരൂക്ഷമായൊരു വിമർശനമാണ് എന്തായാലും ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഗവർണർമാർക്കെതിരെ മാത്രമല്ല, അത് ഈ ബില്ലുകൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നത്. അത് ബില്ലുകൾ അംഗീകരിക്കുന്നതിന്റെ വീഴ്ചകൾ കാരണം സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ ഗവർണർമാരും തമ്മിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് കൃത്യമായി തന്നെ പല കോടതികളും എത്തുന്നത്, സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ എത്തുന്നത്. അത് ഭരണഘടനയ്ക്ക് അനുസൃതമായി ഗവർണർമാർ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാം, ബില്ലുകൾ പാസ്സാകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ഒരു വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഏറ്റവും അധികം ബാധിച്ചത് സാധാരണക്കാരെയാണ്. കള്ളപ്പണം തിരികെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെയാണ് ആ കള്ളപ്പണം തിരികെ കൊണ്ടുവന്നതെന്ന് അറിയില്ല. ഗവർണർമാരെ വിമർശിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗവർണർമാർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റണം എന്നാണ് അവർ ആവർത്തിക്കുന്നത്. കേരളം ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ചൂട് കൂടാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. അലക്സ്, സംസ്ഥാനത്ത് വളരെ വലിയ തോതിൽ ചൂട് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഓരോ ദിവസവും കഴിയും തോറും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അത് ഏത് തരത്തിലാണ്? വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളത് ഏതൊക്കെ ജില്ലകളിലാണ് അലക്സ്? ശ്രീലക്ഷ്മി, സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ്. സംസ്ഥാനത്ത് ഈ ഉയർന്ന താപനില ശരാശരി 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തി, അതായത് 37.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ചൂട് ഇങ്ങനെ തുടരും അടുത്ത ദിവസങ്ങളിലും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ബുധനാഴ്ച വരെ വിവിധ ജില്ലകളിൽ 9ഓളം ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യതയെന്നും പറയുന്നുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാട് രേഖപ്പെടുത്തി. ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഈ വേനൽ മഴയ്ക്കുള്ള സാധ്യത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇടത്തരം വേനൽ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും ലഭിക്കുന്ന മഴ ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ മറ്റ്
ആം ആദ്മി നേതാക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ED. ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് EDക്ക് മുന്നിൽ ഹാജരായി. അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നാളെ ഡൽഹിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമരം ശക്തിപ്രകടനമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. സഖ്യകക്ഷികളുടെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ആം ആദ്മി പാർട്ടിയെ കൂടുതൽ വരിഞ്ഞു മുറുക്കുകയാണോ ഇപ്പോൾ കേന്ദ്രം? അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന ശക്തിപ്രകടനം, അതിൽ ആരൊക്കെ പങ്കെടുക്കും? എത്ര വലിയ ഒരു ശക്തിപ്രകടനമായിരിക്കും നാളെ നടക്കാനിരിക്കുക? പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് നാളെ നടക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനം അതൊരു ശക്തി പ്രകടനമാക്കി മാറ്റുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കോപ്പുകളാണ് അവർ കൂട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ സമ്മേളനം എന്നതാണ്. മമതാ ബാനർജി നേരത്തെ തന്നെ അവർക്ക് പങ്കെടുക്കുന്നതിൽ ചില വിമുഖത, ചില പ്രശ്നങ്ങൾ അറിയിച്ചിരുന്നു. അതിന് പകരം ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പങ്കാളികളാകും. മറ്റ് എല്ലാ നേതാക്കന്മാരും, എല്ലാ പാർട്ടികളുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരും ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും, പ്രതിഷേധം രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും ഒപ്പം മറ്റ് പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസികൾക്ക് എതിരെ തങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് അവർ നടത്തുന്ന നീക്കങ്ങൾ, അതും ഈ പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റപ്പെടുത്താൻ അഥവാ പ്രതിപക്ഷ പാർട്ടികളിൽ ഭിന്നതയുണ്ടാക്കാനും ഒപ്പം ദുർബലമാക്കാനും വേണ്ടിയിട്ടുള്ള നയത്തിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനായിരിക്കും നാളെ ഡൽഹി സാക്ഷ്യം വഹിക്കുക. ഇന്ന് കൈലാഷ് ഗെഹ്ലോട്ടിനെ അടക്കമുള്ള ആം ആദ്മി പാർട്ടി നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ട് ED തയ്യാറായിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ആം ആദ്മി പാർട്ടി നേതാക്കളിലേക്കും അന്വേഷണം ഇപ്പോൾ ED വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. തൃശൂർ സഹൃദയ വേദിയുടെ മേനാച്ചേരി എരിഞ്ഞേരി തോമ മാധ്യമ പുരസ്കാരം 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് 11,111 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത മാസം 6-ന് തൃശൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് പുരസ്കാരം സമ്മാനിക്കും. കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. RSS പ്രവർത്തകരായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. 3 പ്രതികളെയും വെറുതെ വിട്ടുവെന്ന് ഒറ്റ വരിയിൽ വിധി പ്രസ്താവം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണനാണ് വിധി പറഞ്ഞത്. റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഭയങ്കര പ്രതീക്ഷയുണ്ട് എനിക്ക് കോടതിന് മേലെ. പറയാൻ കിട്ടുന്നില്ല എന്തും. DNA തെളിവിന് പോലും കോടതി വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T ഷാജിത്ത്. തികച്ചും ദൗർഭാഗ്യകരമായ വിധിയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും 1-ാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. നിരാശാജനകമായ വിധിയാണെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. 3 ചെറുപ്പക്കാർക്ക് നീതി ലഭിച്ചെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ C സുനിൽകുമാർ പ്രതികരിച്ചത്. പോലീസിന്റെ മുഖം രക്ഷിക്കാൻ 3 പേരെയും ബലിയാടാക്കിയെന്ന് വിമർശനം. കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2017 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം. ചൂരിയിലെ മദ്രസ അധ്യാപകനായ റിയാസ് മൗലവിയെ പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ പ്രതികൾ 7 വർഷമായി ജയിലിലായിരുന്നു. 24 കാസർഗോഡ്.
24 റൗണ്ടപ്പിന്റെ സമയം പൂർണ്ണമാവുകയാണ്.